അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു ആണവായുധങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളത്. അപ്പം അതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പം കൂടുതലും ഇപ്പൊ ആണവായുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. അപ്പൊ ഇറാനുമായിട്ട് കൂടുതലും ട്രംപ് ഒരു കരാറിൽ ഏർപ്പെടാൻ, അതായത് ആണവ കരാറിൽ ഏർപ്പെടാനുള്ള ഒരു നീക്കത്തിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ട്രംപ് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിക്ക് ഒരു കത്ത് അയക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെതിരെ പക്ഷെ ഖമേനി ഇപ്പൊ അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു കത്ത് ഇറാന്റെ കൈവശം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പം ഒരു കള്ളം പറയുകയായിരുന്നു, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ പറ്റിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാസ്തവം. അതോ ഇറാനാണോ കള്ളം പറഞ്ഞത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കത്ത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടൊരു സഹകരണത്തിന് ഒരിക്കലും അമേരിക്ക തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് അവര് പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ട്രംപിന് ഇറാന്റെ ഈ ആണവായുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആണവശക്തിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു ഭയമുണ്ട്. അതായത് ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് തുനിഞ്ഞു വരികയാണെങ്കിൽ അമേരിക്ക ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ഒരു ഭയം ട്രംപിനുണ്ടെന്ന് പറയാം. പക്ഷെ എങ്കിൽ പോലും ട്രംപ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈനയാണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ ഭീഷണികൾ ഉയർത്താനാണ് ട്രംപ് കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സൗഹൃദം സ്ഥാപിക്കാൻ ഒരു കത്ത് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനകത്ത് എന്ത് ഔചിത്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട്? അത് മാത്രമല്ല, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നേരിട്ട് നടത്താം, അതിനുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതായത് പല പ്രസിഡന്റുമാരെ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇറാനെ ചെന്ന് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിയെ ചെന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവകാശമൊക്കെ ട്രംപിനുണ്ട്. അത് യൂസ് ചെയ്യാതെ എന്തുകൊണ്ടായിരിക്കാം ഒരു കത്തിൽ ഒതുക്കിയത് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ വരുമ്പോ തന്നെ ആ കത്ത് സത്യമാണോ എന്ന് നമുക്ക് ഒരു ചിന്ത വരും. അപ്പൊ ഇറാൻ ആയിരിക്കില്ല, മിക്കവാറും അമേരിക്ക ആയിരിക്കും കള്ളം പറയാൻ. അമേരിക്ക ട്രംപിന്റെ ഒരു ക്യാരക്ടറും എല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് തെറ്റെന്നാണ് ചാൻസ് കൂടുതൽ. മാത്രമല്ല, ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളും അല്ല ട്രംപ് യഥാർത്ഥത്തില്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല നാളെ കഴിഞ്ഞ് പറയുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു സമയത്തൊരു കാര്യം നടന്നു, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്താനും അവരുടെ തീരുവ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയൊക്കെ ട്രംപ് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് യുക്രൈന് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യക്ക് നേരെ ഉപരോധം ഏർപ്പെടുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ ട്രംപ് നിലവിട്ടത്. ഇന്നലെ വരെ റഷ്യയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അതിന് ഉപരി റഷ്യക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ട്രംപ്. അതിനു മുമ്പത്തെ ദിവസം യുക്രൈന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നിലപാട് ഇല്ലാത്തൊരു പ്രസിഡന്റ് ആണ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊരു പക്ഷേ പരാജയ ഭീതി ആയിരിക്കാം. കാരണം അമേരിക്ക കാരണം ഇപ്പൊ റഷ്യ ആണെങ്കിലും ആണവായുധങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. അതുപോലെ ഇറാൻ ആണെങ്കിലും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നതെന്ന് പറയുമ്പോൾ ഇറാനൊക്കെ ഒന്ന് തുനിയുകയാണെങ്കിൽ അമേരിക്കയെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ഒരു രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപിന് ഇത്തരത്തില് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലുള്ളൊരു കാരണം, ഒരു പരിധിവരെ കാരണമെന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. മാത്രമല്ല, അമേരിക്ക ഇപ്പോഴും അവരുടെ ഏകാധിപത്യം ലോകത്ത് മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പരിശ്രമത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നീചമായിട്ടായിരിക്കും അദ്ദേഹം തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇപ്പൊ ഇറാന്റെ ഒരു ആണവ ശേഖരം എന്ന് പറയുന്നത് ചിലപ്പോൾ അമേരിക്കയേക്കാൾ വലുതാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു ആണവ ആയുധങ്ങളോ ആണവ ശേഖരങ്ങളോ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല, അതായത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു യുദ്ധത്തിൽ ഒരുങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം നടക്കുന്നു, ഇപ്പൊ യുക്രൈനുമായിട്ടൊരു യുദ്ധം നടക്കുന്നു, ഈ യുദ്ധങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഈ ഒരു മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇറാൻ തന്നെയാണ്. പക്ഷെ ഇറാനോട് ഒന്ന് മത്സരിക്കാൻ ഒരു രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും അതിനുള്ള ധൈര്യം വന്നിട്ടില്ല. അപ്പൊ അവർക്ക് അറിയാം ഇറാനോട് മത്സരിച്ചാൽ ചിലപ്പോൾ അവർക്ക് തോൽവി ഉണ്ടാകും, ഇല്ലെങ്കിൽ അവരുടെ ആണവായുധം അത്രത്തോളം മികച്ചു നിൽക്കുന്നതാണെന്നുള്ള വ്യക്തമായ ധാരണ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് മിക്കവാറും അവർ അതിനൊന്നും തയ്യാറാകാത്തത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇറാന്റെ ആ ശക്തി അത്രത്തോളം വലുതാണ്. അപ്പം അമേരിക്കയും ഭയക്കുന്നത് ഇറാനെ തന്നെയാണ്. അപ്പൊ ഇറാന്റെ ആണവായുധങ്ങളെയും ശക്തിയെയും അമേരിക്ക ഭയക്കുന്നുണ്ട്. അപ്പം കാരണം ഇപ്പം ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊന്നും ഇറാനെ താൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അനുവദിക്കില്ലെന്ന് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ ഭീഷണിക്ക് പിന്നിൽ ഒരു ഭയം നമുക്ക് കാണാൻ കഴിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും.
ആ ഒരു ഭയം തന്നെ ആയിരിക്കാം ഇപ്പോൾ അമേരിക്കനെ ഈ ഒരു നിലപാടിലേക്ക് എത്തിച്ചത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു കത്തയച്ചെന്ന് പറയുക, അതൊന്നും അതിന്റെ സത്യം. അപ്പൊ മാത്രമല്ല, ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു കത്തയച്ചു എന്ന് പറയുന്നത് വളരെയധികം അതിനകത്ത് തെളിവുകളുണ്ട്. അപ്പം തെളിയിക്കാനുള്ള അവകാശം ട്രംപിനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ അത് ട്രംപ് തെളിയിക്കേണ്ടതാണ്. ഇനി ഇറാനാണ് അത് കൈപ്പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് കള്ളം പറയുന്നത് എന്നുള്ള തെളിയിക്കാനുള്ള ഒരു അവസരം രണ്ടുപേർക്കും ഉണ്ട്. അത് ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിനുവേണ്ടി അത് സത്യമാണെങ്കിൽ ആ ഒരു സത്യത്തെ, ഏതാണ് സത്യം എന്നുള്ളത് അത് തെളിയിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും ഈ രണ്ട് നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അത് നമുക്ക് വഴിയെ കാണാം.